എന്നോടൊരാൾ മെസ്സേജ് അയച്ചിട്ടൊരു ഡൗട്ട് ചോദിക്കുകയുണ്ടായി. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്കൊരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുകയാണ്. എന്താണ് കാരണം? അവർ ഈ സാധന ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനീ എന്തിനാണ് അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതാണ്. Every time you step into the temple and look into the Garbhagriha, you are empowering the Garbhagriha and you take back the karma that has been dumped there in the name of spirituality. So is temple. അപ്പോൾ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ പുള്ളിക്കാരൻ ഈ സ്പിരിച്വൽ ടൂറിസത്തിനെ പറ്റിയും ഉപാസന ചെയ്യുന്ന ആളുകൾ അമ്പലങ്ങളിൽ പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ സാധന ചെയ്യുന്നവർ പോകരുത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഈ സാധനകളെന്ന് പറയുമ്പോൾ ഈശക്രിയ തുടങ്ങി സുദർശനക്രിയ തുടങ്ങി ക്രിയായോഗ അങ്ങനെ പല പല സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ച പർട്ടിക്കുലർ ആൾ പറയുന്നത് അവർക്ക് ചില അമ്പലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഭയങ്കര അനുഭവങ്ങളും ഭയങ്കര ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ടായിട്ട് പിന്നീട് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര നെഗറ്റീവ് അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധന ചെയ്യുമ്പോൾ അമ്പലങ്ങളിലൊന്നും പോകാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലങ്ങളിൽ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ധ്യാനിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമായിട്ടാണ് അമ്പലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചിലപ്പോൾ ഒരു ഹൈ എനർജി ഉണ്ടായിരിക്കാം. ഒരു ഊർജ്ജ കേന്ദ്രമായിരിക്കാം ഏതൊരു അമ്പലവും. അതിനർത്ഥം അവിടെ എന്തോ ഒരു റോങ് എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു റോങ് അനുഭവം നമ്മുടെ സാധകനായതുകൊണ്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. സത്യമായ ഇത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊരു റോങ് അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും ഈ അനുഭവങ്ങളിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ ഭയങ്കര ശക്തമായ അനുഭവങ്ങളുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് വരുന്നപ്പോഴത്തേക്കും ഭയങ്കര മോശം അനുഭവം അല്ലെങ്കിൽ ഒരു ഡൗൺ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അവരോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഒന്നാണ്. എന്താണ്? നമുക്കൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു നല്ല അനുഭവമാണെങ്കിൽ അതിനൊരു വിപരീത ഫലം ഉണ്ടായാലേ പറ്റൂ. അതാണ് പ്രകൃതിയുടെ ഒരു നിയമം. ഈ ഡ്യുവാലിറ്റിയിൽ അത്തരം കാര്യങ്ങളുണ്ട്. ഈ ദ്വന്ദ്വമായിട്ട് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ സംഭവിക്കാവൂ. നമ്മൾ അമ്പലങ്ങളിൽ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ്. കാരണം അനുഭവങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈഗോയ്ക്കാണ്, അഹന്തയ്ക്കാണ്, ഞാനെന്ന് പറയുന്ന സെൽഫ് എൻറ്റിറ്റിക്കാണ്. ഒരു അനുഭവത്തിന് വേണ്ടി നമ്മൾ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവം ചിലപ്പോൾ കിട്ടും. ഈ അനുഭവം ഉണ്ടാകാൻ ചിലപ്പോൾ അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ല, വീട്ടിൽ ഇരുന്നാലും ഉണ്ടാകുമായിരിക്കും, പ്രത്യേകിച്ചും ചില ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഇങ്ങനെ അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ അനുഭവങ്ങൾ ക്രിയേറ്റ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിലെ സെൽഫ് ഐഡൻറ്റിറ്റിയും നമ്മുടെ സെൽഫ് സെൻറ്റേർഡ്നെസ്സും ഭയങ്കരമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കൊരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ? മനസ്സൊരു ഹൈയോ ലോയോ ഇല്ലാതെ ഒരു ബേസ് ലൈനിൽ ഒരു മിഡിൽ വേയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവും. നിങ്ങൾക്ക് ബേസിക് സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സാത്വികമായ മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ അമ്പലങ്ങളിൽ അത് നല്ലൊരു എനർജി സെൻ്റർ ആയിട്ടുള്ളൊരു അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു സമാധാനവും സ്വസ്ഥതയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാതെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മഹത്തായ അനുഭവങ്ങളല്ല നമുക്ക് കിട്ടുന്നത്. ഈ മഹത്തായ അനുഭവങ്ങൾക്കെല്ലാം ഒരു വിപരീത ഫലം തീർച്ചയായും ഉണ്ടാവും. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടിയും വരും. ഇതിന് പുറമേ തന്നെ ഈ സാധന ചെയ്യുന്ന ആളുകൾ, ഈ സാധന ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന് സൈക്കോളജിക്കലായും ഈ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഞാനെപ്പോഴും പറയും, ഈ അനുഭവങ്ങൾ പല ക്രിയകൾ പല പാത്വേസ് ഫോളോ ചെയ്യുന്ന ആളുകളെ അതിൽ തന്നെ തുടരെ പിടിച്ചു നിർത്തുന്നത് ഈ അനുഭവങ്ങളാണ്. കാരണം ഈ അനുഭവങ്ങളിലൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുക എനിക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്, എനിക്ക് എന്തോ വലുത് കിട്ടാൻ പോവുകയാണെന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടാവും. ആ തെറ്റിദ്ധാരണയാണ് അവരതിൽ പിടിച്ചു നിർത്തുന്നത്. സത്യം പറഞ്ഞാൽ വലിയ കുഴിയിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, അവർ സ്വയം തിരിച്ചറിയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങനെ അനുഭവങ്ങൾ മാത്രം മതിയോ? ഇങ്ങനെ അനുഭവങ്ങൾ തന്നെ ഒരു അനുഭവം മേലോട്ട് പോകും, താഴോട്ട് വരും, മേലോട്ട് പോകും, താഴോട്ട് വരും. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കീപ്പപ്പ് ചെയ്ത് പോകാം. ഒരു തെറ്റുമില്ല. ഇറ്റ്സ് അപ്പ് ടു യു. പക്ഷെ നിങ്ങൾ സ്വസ്ഥവും സമാധാനവും സ്വാഭാവികതയുമുള്ള ഒരു ജീവിതം, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ അഭ്യാസങ്ങളൊക്കെ നിർത്തിയിട്ട് സ്വസ്ഥമായൊരു മനസ്സിനുള്ള വഴിയൊരുക്കുകയാണ് വേണ്ടത്. അത് ഏത് രീതിയിലും ആവാം. ധ്യാനത്തിലൂടെ പിന്നെ ഫോർമൽ മെഡിറ്റേഷൻ ചെയ്താൽ അതുണ്ടാവും. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു റെഡിനെസ് വേണം. ആ റെഡിനെസ് ഉള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനെ പറ്റി ഒന്നും കൺസേൺഡ് ആവാത്ത ഒരു സാധാരണ മനുഷ്യനായ ഒരു
ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പില്ല. അങ്ങനെയുള്ള ഒരാൾ ഒരു അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ സ്വസ്ഥമായി ഇരുന്ന് കഴിഞ്ഞാൽ, അയാൾക്ക് ശരിക്കും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. അയാളുടെ ആത്മീയ വളർച്ച വളരെ വലുതായിരിക്കും. കാരണം അയാളുടെ മനസ്സ് അവിടുത്തെ ആ ഒരു എനർജിയുമായിട്ട് സിങ്കായി പോവും. ആ ഒരു വൈബ്രേഷനുമായിട്ട് കണക്റ്റായി പോവുകയും, അയാളുടെ തോട്ട്സ് എല്ലാം കാം ഡൗൺ ചെയ്യും. കാരണം അയാൾ അവിടുന്ന് എന്തോ കിട്ടാൻ വേണ്ടി പോകുന്നതല്ല. എന്തോ പ്രതീക്ഷിച്ച് പോകുന്നതിന് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടിയെന്നിരിക്കും. പക്ഷേ അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായെന്ന് വരില്ല. അത് അതിൻ്റെ വിപരീത ഫലം എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഈ ഡ്യുവാലിറ്റിയിൽ, അതായത് ഈ ദ്വന്ദ്വത്തിൽ നമ്മൾ എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് എഫക്റ്റ് നമുക്ക് ഇന്നെവിറ്റബിൾ ആണ്. അപ്പോൾ ഈ ഡ്യുവാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഒരു കാര്യം കൂടി. എന്തുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ബേസിക്കലി ഇത്തരം ക്രിയകൾ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ വളരെ കലുഷിതമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാം ഡൗൺ ചെയ്യാനുള്ള റീസണേ ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് അതിൻ്റെ നെഗറ്റീവ് ഫലം. അങ്ങനെ ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾ. അല്ലാതെ ഒരു സാധനവും ചെയ്യാത്തവർക്കും ചിലപ്പോൾ ഇതേ അനുഭവം ഉണ്ടായെന്ന് വരാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയും നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോശം അനുഭവം ഉണ്ടായാൽ, അതെന്നും അങ്ങനെ ആവണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇനി അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം എനിക്ക് മോശം അനുഭവം ഉണ്ടാകും, ഞാനവിടെ പോകാൻ പാടില്ല എന്നൊരു ചിന്ത അല്ലെങ്കിൽ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും വീണ്ടും മോശമായ അനുഭവങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യലാണോ നമ്മുടെ ജോലി? തീർച്ചയായിട്ടും അല്ല. നമ്മൾ എവിടെ പോയാലും എന്ത് അനുഭവം സംഭവിച്ചാലും, എന്ത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും സന്തുലിതമായിട്ടിരിക്കുക എന്ന് പറയും. അതായത് ആ അനുഭവത്തിനെ ഒരു നല്ല അനുഭവമായിട്ടോ ഒരു മോശം അനുഭവമായിട്ടോ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. ഒരു അനുഭവം ഉണ്ടായി, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അതിനെ അവിടെ അങ്ങനെ വച്ചേക്കുക. അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അടുത്ത ദിവസം ഒരു നല്ല അനുഭവം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. അതിനെ അനലൈസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒബ്സർവ്. ഈ നടക്കുന്ന അനുഭവങ്ങളെല്ലാം വെറുതെ കാണുക. ഒരു ശ്രദ്ധയോടെ നോക്കുക. നോക്കുക മാത്രം ചെയ്യുക. നോക്കി വിലയിരുത്തണ്ട, നോക്കി തിരിച്ചറിയാൻ നോക്കണ്ട, നോക്കി മനസ്സിലാക്കണ്ട, ഒന്നും ചെയ്യണ്ട. വെറുതെ കണ്ടാൽ മാത്രം മതി. ജസ്റ്റ് ഒബ്സർവ്. അതിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം നടക്കുമ്പോഴും അതേ ഒരു മനോഭാവം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ്. യഥാർത്ഥ മോക്ഷത്തിലേക്ക് എത്താൻ അതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ഒരാവശ്യവുമില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്രിയകൾ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അമ്പലത്തിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടാവാം. അതിനർത്ഥം ഈ സാധകരായിട്ടുള്ള ആളുകൾ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്നുള്ളതല്ല. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലത്തിൽ ഒരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു എനർജി സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ അത് മോശം എനർജി നല്ല എനർജി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എനർജി വലിച്ചെടുക്കൽ, അവിടുത്തെ എനർജി പുറത്തോട്ട് തള്ളിവിടൽ, ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിന് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഫീലിങ്സും എക്സ്പീരിയൻസും അതിൻ്റെ ആഫ്റ്റർ മാത്തും എല്ലാം. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ കർമ്മമാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. സോ അത് മറക്കാതിരിക്കുക. താങ്ക് യു.